ഡാനി നോക്കിക്കാണുകയായിരുന്നു ചിറ്റെടുത്ത വീടിൻ്റെ അവസ്ഥ. എത്ര പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞത്. കുറച്ചു നേരം മുൻപ് വരെ എത്ര സന്തോഷത്തിലായിരുന്നു എല്ലാവരും. അവൻ ചുറ്റും നോക്കി. എല്ലാ മുഖങ്ങളിലും കുറ്റബോധവും സങ്കടവും മാത്രം. ആരെ ആശ്വസിപ്പിക്കണം, ആരുടെ കൂടെ പോയി നിൽക്കണമെന്നറിയാത്തൊരവസ്ഥ. ഡാനി ആകെ കുഴഞ്ഞു. നിഖിലും നോക്കി നിൽക്കുകയായിരുന്നു ദർശനെ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും തന്നോട് ഒരു വാക്ക് പോലും അവൻ പറഞ്ഞിട്ടില്ല. എത്ര വേദനിക്കുന്നുണ്ടെന്ന് ആ ഇരിപ്പ് കണ്ടാൽ മനസ്സിലാകും. എന്നിട്ടും എല്ലാ വിഷമവും അവനുള്ളിൽ ഒതുക്കി. ദർശന്റെ അടുത്തേക്ക് നടക്കാനായി പോയപ്പോഴാണ് കുറച്ചപ്പുറത്ത് മാറിയിരുന്ന് കരയുന്ന കാർത്തുവിനെയും അവൾക്കടുത്തിരുന്ന അവളെ സമാധാനിപ്പിക്കുന്ന അമ്മച്ചിയെയും കണ്ടത്. അവൻ വേഗം അവൾക്കടുത്തേക്ക് നടന്നു. കാർത്തു, എന്താ, എന്തു പറ്റി? മറുപടിയൊന്നും കൊടുക്കാതെ അവൾ പിന്നെയും കരഞ്ഞു. മോളാകെ വിഷമത്തിലാ നിഖിലേ. എന്താണ് കാര്യമെന്ന് നിഖിൽ ചോദിച്ചില്ല. ആമിയെക്കുറിച്ച് ഓർത്താണ് കാർത്തു വിഷമിക്കുന്നതെന്ന് അവനറിയാം. കാർത്തു, പോട്ടെ, സാരില്ല. നമ്മളാരും ഒന്നും അറിഞ്ഞില്ലല്ലോ. അറിയണമായിരുന്നില്ലേ നിഖിലേട്ടാ. ഞാൻ എന്തൊരു ദുഷ്ടത്തിയാ. എനിക്കൊരു ജീവിതം കിട്ടിയപ്പോൾ അതുണ്ടാക്കി തന്നവളെ ഞാൻ മറന്നു. സ്വാതി പറഞ്ഞിരുന്നതാ അവൾക്കെന്തോ വിഷമമുണ്ടെന്ന്. ഒരുപാട് തവണ അതിനെക്കുറിച്ച് ചോദിച്ചതാ. പക്ഷേ ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു കളഞ്ഞു. അവളെ അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു. ചോദിച്ച് മനസ്സിലാക്കണമായിരുന്നു ഞാൻ. പോട്ടേടി, നമ്മളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഒന്നും അറിയാൻ. എൻ്റെ കാര്യവും നീയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എൻ്റെ എല്ലാ പ്രശ്നത്തിലും അവൻ എൻ്റെ ഒപ്പം നിന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ ഒന്നും അറിഞ്ഞില്ല, അറിയാൻ ശ്രമിച്ചില്ല. എല്ലാത്തിനും കാരണം അവളാ, ആ വേദിക. ഇതൊക്കെ ഒന്ന് തീരട്ടെ, എന്നിട്ട് അവൾക്കുള്ളത് ഞാൻ കൊടുക്കാം. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും നിൽക്കേണ്ട ചെക്ക. അതൊക്കെ വലിയവർ നോക്കിക്കോളും. അപ്പച്ചനും അച്ഛനുമൊക്കെ അവിടെയുണ്ട്. അമ്മച്ചി പറഞ്ഞത് ശരിയാ നിഖിലേട്ടാ. നിഖിലേട്ടൻ അതിലൊന്നും ഇടപെടണ്ട. നമുക്കൊന്ന് അമ്മായിയുടെ അവിടെ വരെ പോയാലോ? ആമിയൊന്ന് കണ്ടാലോ? വേണ്ട, പെട്ടെന്ന് അങ്ങനെയൊരു തീരുമാനം എടുക്കണ്ട. നമുക്ക് എല്ലാവരോടും കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കാം. എനിക്ക് അവളെ ഒന്ന് കാണണം നിഖിലേട്ടാ. എൻ്റെ ആമി, അവളിപ്പോൾ എന്തോരം വിഷമിച്ചായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് പോകാം, അവളെ കാണാം. പക്ഷേ നീയിപ്പോൾ ധൃതി കൂട്ടല്ലേ. ആദ്യം ഇവിടെ എന്താ തീരുമാനിക്കുന്നതെന്ന് നോക്കാം. എന്തായാലും ദാസനച്ഛൻ ഒരു തീരുമാനമെടുക്കാതിരിക്കില്ല. ശരിയാ മോളെ, അവർ ആദ്യം ആലോചിച്ച് തീരുമാനത്തിലെത്തട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. മോനെ, നീയൊരു കാര്യം ചെയ്യേ, ദർശൻ്റെ അടുത്തേക്ക് ചെല്ലേ. മോൾക്കൊപ്പം ഞാൻ ഇരുന്നോളാം. അമ്മച്ചി പറഞ്ഞതും നിഖിൽ വേഗം ദർശൻ്റെ അടുത്തേക്ക് തന്നെ പോയി. പോകുന്നതിനിടയ്ക്ക് അവൻ കാർത്തുവിനെ ഒന്ന് സമാധാനിപ്പിക്കുന്നത് പോലെ കൺചിമ്മി കാണിച്ചു. ദാസേട്ടാ, എന്നോട് ദേഷ്യമാണോ? ദാസന്റെ അരികിൽ വന്ന് രാധിക ചോദിച്ചു. സങ്കടവും ഭയവുമെല്ലാം ഉണ്ടായിരുന്നു അവരുടെ ആ വാക്കുകളിൽ. എന്തിന്? നിന്നോട് ദേഷ്യപ്പെടാനുള്ള ഒരു അർഹതയും എനിക്കില്ല. നിന്നോളം തന്നെ തെറ്റ് ചെയ്തവനാണ് ഞാനും. എല്ലാം നോക്കിക്കോളാം എന്ന് വാക്ക് കൊടുത്തിട്ട് ആ വാക്ക് പോലും ഞാൻ പാലിച്ചില്ല. ഒരിക്കൽ പോലും അവൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചിട്ടില്ല. ദേവിമോള് പറഞ്ഞ പോലെ മുഖത്ത് കാണുന്ന പുഞ്ചിരി സത്യമാണെന്ന് ഞാനും വിശ്വസിച്ചു. എൻ്റെ ആമിമോള്, അവൾ എന്തോരം വേദനിച്ചിട്ടുണ്ടാകും. അവളുടെ മുഖത്ത് നോക്കാനുള്ള യോഗ്യത പോലും ഇപ്പോൾ എനിക്കില്ല. അങ്ങനെ പറയലേ ദാസേട്ടാ. എന്തോരം തവണ അവൾക്ക് വേണ്ടി ദാസേട്ടൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാനല്ലേ ഒന്നും കേൾക്കാതിരുന്നത്. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പരസ്പരം പഴിചാരിയിട്ടും കാര്യമില്ല. എല്ലാവരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. ദാസേട്ടാ, നമ്മുടെ മോള്, അവളിപ്പോൾ വിഷമിച്ചിരിക്കുകയാ. നമുക്ക് അവളെ പോയി കണ്ടാലോ? അവളുടെ ഒപ്പം ഇപ്പോൾ വിച്ചു ഇല്ലേ? മാത്രമല്ല, ഇപ്പോൾ അവളെ പോയി കാണേണ്ട എന്നല്ലേ അവൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ദേവിമോളുടെ കാര്യമല്ല, ആമിമോളുടെ കാര്യമാ പറഞ്ഞത്. ഹരി രാധികയെ ഒന്ന് ഞെട്ടി നോക്കി. നീ തന്നെയാണോ രാധികയെ ഈ പറയുന്നത്? വിശ്വസിക്കാനാവാത്തതുപോലെ ഹരിദാസ് ചോദിച്ചു. എനിക്കെൻ്റെ മോളെ കാണണം ദാസേട്ടാ. അവളുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. നമുക്ക് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം, ദർശൻ്റെ ഭാര്യയായിട്ട്. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം അവളെ. നീ ഇപ്പോൾ പറഞ്ഞതാണ് ശരി രാധികെ. അവരുടെ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന ലത അവിടേക്ക് വന്നു. കാലിൽ വീണ് മാപ്പൊന്നും ചോദിക്കേണ്ട, ഒരു സോറി പറഞ്ഞാൽ മതി. ആമിമോൾക്ക് എല്ലാം ക്ഷമിക്കാൻ പറ്റും. അതാണ് ആമി. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ ദർശൻ്റെ ഭാര്യയായി അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. പക്ഷേ ഇന്ന് രാത്രി വേണ്ട, നമുക്ക് നാളെ രാവിലെ പോകാം, അല്ലേ ഹരി? അതെ, പക്ഷേ നമ്മളല്ല പോവേണ്ടത്. ദർശൻ പോയി കൂട്ടിക്കൊണ്ടുവരണം. നീ അവനോട് പോയി പറ. രാധികയും അവർക്ക് പിന്നാലെ ഹരിദാസും ലതയും ദർശൻ്റെ അടുത്തേക്ക് പോയി. അവിടെ നിഖിൽ ദർശനെ സമാധാനിപ്പിക്കുകയായിരുന്നു.
നിനക്കൊന്ന് പറയാമായിരുന്നില്ലേടാ എന്നോട്? ഞാൻ സംസാരിക്കുമായിരുന്നില്ലേ ആമയോട്? ആര് സംസാരിച്ചിട്ടും കാര്യമില്ലെന്ന് തോന്നി എനിക്ക്. അവളുടെ തീരുമാനം അത് ഉറച്ചതായിരുന്നു. പക്ഷേ അതിന് പിന്നിൽ ഇങ്ങനെയൊരു കാര്യമുണ്ടെന്നറിയാതെ ഞാൻ അവളെ അവിടെയും കുറ്റപ്പെടുത്തി. പോട്ടെ, ഇനി അതൊന്നും ആലോചിക്കണ്ട. നമുക്കവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം ആലോചിച്ചാൽ മതി. അത് തന്നെയാ ഞങ്ങൾക്കും പറയാനുള്ളത്. അവിടേക്ക് വന്നുകൊണ്ട് രാധികയ്ക്ക് പിന്നിൽ നിന്ന് ലത പറഞ്ഞു. അതേ മോനെ, നമുക്ക് നാളെ തന്നെ അവിടെ പോകാം. ആമിയെ കൂട്ടിക്കൊണ്ടുവരാം. ഇത്രയും നാളും ചെയ്തതിനെല്ലാം അമ്മ അവളോട് മാപ്പ് ചോദിക്കാം. ക്ഷമിക്കടാ എന്നോട്. വേണ്ട അമ്മേ, ഇപ്പോൾ നമ്മൾ എന്തായാലും അവളെ പോയി കൂട്ടണ്ട. എന്താ മോനെ, നീ എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചോദിച്ചോളാം അവളോട് മാപ്പ്. ഞാൻ സംസാരിച്ചോളാം അവളോട്. അതല്ല, ഇപ്പോൾ നമ്മൾ പോയി വിളിച്ചാൽ അതും ദേവിക്ക് വേണ്ടിയാവുള്ളൂ, ആമിക്ക് വേണ്ടി ആവില്ല. അവൾക്ക് നമ്മളെ വേണ്ട സമയമാകുമ്പോൾ നമുക്ക് അവളെ പോയി കൊണ്ടുവരാം. അതുവരെ അവൾ അകന്ന് നിൽക്കട്ടെ. ഇത് നമുക്കുള്ള ശിക്ഷയാവട്ടെ. ഇത്രയും നാളും അവളെ വേദനിപ്പിച്ചതിനും സങ്കടപ്പെടുത്തിയതിനും എല്ലാത്തിനുമുള്ള ശിക്ഷ. ദാസേട്ടാ, ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവൻ പറയുന്നതൊന്നും കേൾക്കണ്ട. നമുക്ക് നാളെ തന്നെ പോകാം. മോളെ പോയി കൂട്ടിയിട്ട് വരാം. ഞാൻ അകറ്റി നിർത്തിയത് കൊണ്ടല്ലേ ആമിമോളെ ദാസേട്ടൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ മടിച്ചത്. ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവൻ പറയുന്നതിലും കാര്യമുണ്ട് രാധു. ഇപ്പോഴും നമ്മൾ പോകുന്നത് ദേവിമോൾക്ക് വേണ്ടിയിട്ടല്ലേ? അല്ല, ഞാൻ പോകുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാ. എൻ്റെ ആമിമോൾക്ക്. എൻ്റെ മോളാണവൾ. മോളായി കൂടെ നിർത്തേണ്ട ഞാൻ തന്നെ അവളെ അകറ്റി നിർത്തി. ഇനി അതുണ്ടാവില്ല. എനിക്ക് വേണം എൻ്റെ മോളെ. നിങ്ങൾക്കാർക്കും വയ്യെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഇത്രയും നാളും അകറ്റി നിർത്തിയതിനും എല്ലാത്തിനും കൂടി ചേർത്ത് ഞാൻ സ്നേഹിക്കും എൻ്റെ മോളെ. എൻ്റെ മോൾ എന്ന് രാധിക പറയുമ്പോൾ ദർശൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞ് പെയ്യുന്നൊരവസ്ഥയായിരുന്നു. ഒരുപാട് നാളായി കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം. പറഞ്ഞില്ലേ അമ്മ, സമയമാകുമ്പോൾ ഞാൻ പോയിക്കോളാം. നിങ്ങളെക്കാളുമൊക്കെ അവളോട് കൂടുതൽ തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. ദാസേട്ടാ, ഇവൻ. രാധിക എന്തോ പറയാൻ വന്നതും ഹരിദാസ് അവരെ കൈകൊണ്ട് തടഞ്ഞു. ദർശ, നീ പറയുന്നതെല്ലാം ശരിയാണ്. പക്ഷേ മോളെ പോയി നമ്മൾ കൂട്ടിക്കൊണ്ട് വരണ്ടേ? ഇനിയും അവളെ അവിടെ നിർത്തുന്നത് അവളെ ഇനിയും വേദനിപ്പിക്കുന്നത് പോലെ തന്നെയല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. മോളുടെ അമ്മയെ വിളിച്ച് സംസാരിക്കാം നാളെ. എന്നിട്ട് അവർ വഴി നമുക്കൊരു തീരുമാനത്തിലെത്താം. ആലോചനയോടെ നിന്നതല്ലാതെ ദർശൻ അതിനുത്തരം പറഞ്ഞില്ല. അപ്പോഴാണ് മഹി അവർക്ക് മുന്നിൽ വന്ന് നിന്നത്. ദാസ, എൻ്റെ ഭാര്യയ്ക്കും മോൾക്കും വേണ്ടി ഞാൻ ചോദിക്കുന്നു നിങ്ങളോട് മാപ്പ്. പൂർണ്ണമായും അവരെ കുറ്റം പറയാൻ പറ്റില്ലടോ. എൻ്റെ മനസ്സിലുമുണ്ടായിരുന്നു ദർശനെ പരിചയപ്പെട്ടത് മുതൽ അവനെക്കൊണ്ട് വേദിക മോളെ കെട്ടിപ്പിക്കണമെന്ന്. അത് ഞാൻ അവളോട് പങ്കുവച്ചിരുന്നു. ഒരുപക്ഷെ അവൾ വേദികയോടും പറഞ്ഞിട്ടുണ്ടാകും അതിനെക്കുറിച്ച്. അതാണ് കാര്യങ്ങളൊക്കെ ഇത്ര വരെ എത്തിച്ചത്. വേദികയെ കുറ്റം പറയേണ്ട അങ്കിൾ. അവൾക്ക് അതിനുള്ള അവസരം കൊടുത്തത് ഞാൻ തന്നെയാണ്. അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നതാണ് വേദികയ്ക്ക് എന്നോടുള്ള താല്പര്യത്തെക്കുറിച്ച്. എന്നിട്ടും അത് ആമിയുടെ തോന്നലാണെന്ന് കരുതി ഞാൻ അവഗണിച്ചു. മനഃപൂർവ്വം ആമിയെ ദേഷ്യം പിടിപ്പിക്കുവാനായി അവളുടെ മുൻപിൽ വെച്ച് ഞാൻ വേദികയോട് അടുത്തിടപഴകി. അപ്പോഴൊന്നും എൻ്റെ മനസ്സിൽ തെറ്റായൊരു ഉദ്ദേശമുണ്ടായിരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെക്കുറിച്ചും ആമിക്ക് എന്നോടുള്ള ഇഷ്ടത്തെക്കുറിച്ചുമെല്ലാം അച്ഛൻ വേദികയോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലും എന്നെക്കുറിച്ച് വേറൊരു ചിന്തയും ഉണ്ടാവില്ലെന്ന് ഞാൻ കരുതി. അവിടെയും ഞാൻ എൻ്റെ ആമിയെ വേദനിപ്പിച്ചു. അവളോടൊരാൾ അധികാരത്തിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ, അടുപ്പം കാണിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കത് സഹിച്ചില്ല. അപ്പോൾ തിരിച്ചവൾക്കും ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവില്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ? അവൻ്റെ മനസ്സിലൂടെ ഓരോ നിമിഷങ്ങളും കടന്നുപോയി. ദർശൻ, ഞാൻ മതി. ഇനി മാപ്പ് ചോദിക്കാൻ നിൽക്കണ്ട. അമ്മയ്ക്കും മോൾക്കുമുള്ളത് വീട്ടിൽ ചെന്നിട്ട് ഞാൻ തരാം. പൊയ്ക്കോ, പോയി വണ്ടിയിൽ കയറാൻ നോക്ക്. വേദിക ദർശനോട് സംസാരിക്കാൻ വന്നതും മഹി തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അച്ഛാ, പ്ലീസ്, ഒരു സോറിയെങ്കിലും ചോദിക്കാനുള്ള ഒരു അവസരം എനിക്ക് താ. എന്തിന്? സോറി ചോദിക്കാനുള്ള എന്ത് അവകാശമുണ്ട് നിനക്ക്? ശരിയാ, നീ ദർശനെ പരിചയപ്പെടണമെന്നും കാണണമെന്നും ഇഷ്ടപ്പെടണമെന്നുമൊക്കെ ഞാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അന്നേരം എനിക്ക് ദർശൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ദേവിമോളുടെ കല്യാണം മുടങ്ങി, അത്രമാത്രമേ എന്നോട് ഹരിദാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നിന്നോട് ഹരിദാസ് എല്ലാം പറഞ്ഞിരുന്നു. എന്നിട്ടും നീ എന്താ കാണിച്ചത്? നിന്റെ സ്വന്തം ജീവിതത്തിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചിരുന്നവരെ നീ അകറ്റാൻ ശ്രമിച്ചു. എന്നിട്ട് നീ എന്ത് നേടിയിപ്പോൾ? കുറ്റവാളിയെപ്പോലെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നു. അച്ഛാ, സോറി, എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ചെയ്തതാ ഇതല്ല. കൂട്ടത്തിൽ നിന്റെ അമ്മയുടെ സപ്പോർട്ട് കിട്ടിയപ്പോൾ
പിന്നെ മുഴുവനുമായി അല്ലേ? വേദിക തലകുമ്പിട്ട് നിന്നു. നിനക്ക് മാപ്പ് കിട്ടണമെങ്കിൽ നീ പോയി ചെയ്ത തെറ്റ് എല്ലാം ഏറ്റുപറഞ്ഞ് ആ പെൺകുട്ടിയെ ഇവിടെ കൂട്ടിയിട്ട് വരണം. പറ്റുമോ നിനക്ക്? അച്ഛാ, പതിഞ്ഞു പോയി അവളുടെ ശബ്ദം. പറ്റില്ലല്ലോ. അപ്പോൾ ഇനി കൂടുതൽ മാപ്പ് പറയാനൊന്നും നിൽക്കണ്ട. ഇനി അവർ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും പൂർണ്ണമായും ക്ഷമിക്കാൻ അവർക്ക് ആർക്കും പറ്റില്ല. ഇനി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ വേദിക അമ്മയുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു.